HS വിഭാഗം നാദസ്വര മത്സരവേദിയിൽ താരമായ ഒരു പെൺകുട്ടി. മത്സരിച്ച 6 പേരിൽ ഒരേ ഒരു പെൺകുട്ടി മാത്രം. അവളാണ് ദിയ സലീൽ. നാദവിസ്മയത്തിൽ വേദി 11 മീനച്ചിലാർ കരകവിഞ്ഞൊഴുകി. ഏറ്റവും ശബ്ദം കൂടിയ സുഷിരവാദ്യമായ നാദസ്വരത്തിൽ സംഗീത വിസ്മയം തീർക്കുകയായിരുന്നു ആ 6 പേരും. മത്സരിച്ച ഒരേ ഒരു പെൺകുട്ടി ദിയ സലീൽ. എൻ്റെ കുടുംബത്തിൽ ആരും കലയായിട്ട് ബന്ധമുള്ള ആരുമില്ല, സത്യം പറഞ്ഞാൽ ഇല്ല. അവൾക്ക് പഠിക്കാൻ കഴിയുന്നുണ്ട്, അവൾക്കത് വിളിക്കാൻ പറ്റുന്നുണ്ടെന്നുള്ളത്, എന്താ പറയുക, വായിക്കാൻ പറ്റുന്നുണ്ടെന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു വായിച്ചോ, അത്രയേ ഉള്ളൂ. അത് കൊമ്പായാലും ഇതായി കഴിഞ്ഞാലും വായിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നീ വായിച്ചോ, ഇനി വേറെ എന്തെങ്കിലും പഠിക്കണോ നീ പഠിച്ചോ, അതിലൊന്നും യാതൊരു വിഷമമില്ല, അത്രയേ ഉള്ളൂ. ഇത് നല്ല എഫേർട്ട് എടുത്തിട്ടാണ്, അവളുടെ ഡെഡിക്കേഷൻ മാത്രമാണ് ഇത്. മത്സരം 10 മിനിറ്റ്. രാഗം, കീർത്തനം, സ്വരം എന്നിങ്ങനെ 3 ഘട്ടങ്ങൾ പൂർത്തിയാക്കണം. ഇതിനായി കഠിന പരിശീലനം വേണ്ടി വന്നെന്ന് ദിയ പറഞ്ഞു. സ്റ്റാർട്ടിങ് ഇത് സാരിഗമ തന്നെ നല്ല സമയം എടുത്തിട്ടാണ് ആയത്. കുറേ നല്ല പിന്നെ മാഷിൻ്റെയും ടീച്ചേഴ്സിൻ്റെയും സ്കൂളിൻ്റെയും ഒക്കെ സപ്പോർട്ട് കൊണ്ട് 3 മാസമാണ് ദിയ പരിശീലിച്ചത്. പെൺകുട്ടികൾക്കും അനായാസം വഴങ്ങുന്ന വാദ്യമാണ് നാദസ്വരമെന്ന് ഗുരു കാപ്പാട് മുരളീധരൻ പറഞ്ഞു. പെൺകുട്ടികൾ കൂടുതലായിട്ട് വരുന്നില്ല. ഇങ്ങനൊരു പെൺകുട്ടി വന്നതിൽ വലിയൊരു അഭിമാനമുണ്ട്. അങ്ങനെ ഒരു കുട്ടീനെ പഠിപ്പിക്കാൻ പറ്റിയതിൽ. ആൺകുട്ടികളെ പോലെ തന്നെ പെൺകുട്ടികൾക്കും മത്സരത്തിൽ ശരിക്കും പങ്കെടുക്കാം. കണ്ണൂരിൽ നിന്നാണ് ദിയ സലീൽ എത്തിയത്. പഞ്ചവാദ്യത്തിൽ കൊമ്പ് വായിച്ച ദിയയുടെ സംഘത്തിന് A ഗ്രേഡും ലഭിച്ചിരുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം.